മല്ലികാർജുൻ ഖർഗെ എന്ന നേതാവ് കോൺഗ്രസ് അധ്യക്ഷനായതുകൊണ്ടല്ല, ഒരു ദളിതനായതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ ശുദ്ധികലശം നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ BJPയുടെ പടിയിറക്കത്തിന് മറ്റൊരു കാരണം തേടിപ്പോകേണ്ടതില്ല. ശ്രീരാം സേന എന്ന തീവ്ര ഹിന്ദു നിലപാടുള്ള സംഘടനയാണ് ഖർഗെ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധീകരണം നടത്തിയത്. അതൊരു സംഘപരിവാർ സംഘടനയാണ് എന്നോർക്കണം. നമുക്കറിയാം, BJP എന്നും വിശ്വാസികൾക്കൊപ്പമായിരുന്നില്ല. അതിൻ്റെ മേധാവികളായ സവർണ കുലജാതരുടെ ശക്തി കൊണ്ടുണ്ടാക്കിയ പാർട്ടിയാണ് BJP. അപ്പോൾ ഇതൊക്കെ കാണേണ്ടി വരും. നർമ്മദാ തീരത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പടുകൂറ്റൻ പ്രതിമ സ്ഥാപിച്ച നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ BM അംബേദ്കറിനെ കണ്ടതേയില്ല. ഈ രാജ്യത്തെ 20% വരുന്ന ദളിതരെ മുഴുവൻ അപമാനിച്ച സംഘപരിവാറുകാരുടെ നീക്കത്തിൽ പ്രധാനമന്ത്രി ഒരു വാക്ക് പോലും പറയാത്തത് സവർണരുടെ കടിഞ്ഞാണ് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ദളിത് വിഭാഗത്തിലുള്ളവരെ ഹരിജൻ അഥവാ ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അയിത്തം മൂലം മാറ്റി നിർത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ അന്തസ്സും ആദരവും നൽകാനാണ് ഗാന്ധിജി ഈ പദം ഉപയോഗിച്ചതും ഈ രാജ്യത്തെ പഠിപ്പിച്ചതും. ദളിതരുടെ ഉന്നമനത്തിനും അയിത്തോച്ചാടനത്തിനുമായി മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് മാറ്റിവെച്ചിരുന്നു. ദളിതരെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് കോൺഗ്രസും ഇതുവരെ പിന്തുടർന്നു വന്നത്. അയിത്തം എന്നാൽ ഹൈന്ദവ ധർമ്മത്തിനാപത്ത് എന്നും അയിത്തത്തെ ഇല്ലാതാക്കിയില്ല എങ്കിൽ ഹിന്ദുധർമ്മം തന്നെ നശിച്ചു പോകുമെന്നാണ് ഗാന്ധിജി ഈ രാജ്യത്തിന് നൽകിയ ഉപദേശം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പല തവണകളായി മറ്റു പാർട്ടിക്കാർ ചെയ്യാത്ത രീതിയിൽ അവരുടെ അധ്യക്ഷന്മാരായി ദളിത് വിഭാഗത്തിലുള്ളവരെ നിയമിച്ചത്. ആ ഗാന്ധിജിയുടെ മണ്ണിലാണ് ഈ 2026 ഇങ്ങനെയൊരു ശുദ്ധികലശം സംഘപരിവാറുകാർ നടത്തിയിരിക്കുന്നത്. അയിത്തം പാപമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഗാന്ധിജി ഇന്ത്യയിൽ ഉടനീളം ഹരിജൻ യാത്രകൾ നടത്തുകയും ഹരിജൻ എന്ന പേരിൽ പത്രം ആരംഭിക്കുകയും ചെയ്ത ഒരു മഹാനായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നമുക്കറിയാം. എന്നാൽ ഭരണം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് വന്നതിന് ശേഷം ഇതാണ് രാജ്യത്തിൻ്റെ സ്ഥിതി. ജാതിയുടെ പേരിൽ അഭിമാനക്കൊല ഏറ്റവും അധികം നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണിത്. അതിൻ്റെയൊക്കെ അതേ മാനസികാവസ്ഥയിലാണ് മല്ലികാർജുൻ ഖർഗെയെ ഇപ്പോൾ ശുദ്ധികലശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം വെറുമൊരു നേതാവല്ല, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അതിനപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഈ രാജ്യത്ത് തൊട്ടുകൂടായ്മ ഇപ്പോഴും തുടരുകയാണെന്ന് പറഞ്ഞ് അപമാനഭാരം തനിക്ക് താങ്ങാനാവുന്നില്ലെന്നും വിലപിക്കും പോലെയാണ് ഖർഗെ രാജ്യസഭയിൽ ഈ ഹൽദ്വാനിയിൽ നടന്ന സംഭവം വിശദീകരിച്ചുകൊണ്ട് വികാരാധീനനായത്. തങ്ങൾക്ക് ശ്രീരാമസേനയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴികയാണ് BJP ശ്രമിക്കുന്നത്. അപ്പോഴും ശ്രീരാമസേനയുടെ പ്രവൃത്തിയെ പ്രധാനമന്ത്രി തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം ഇത്രയും കാലം കൊണ്ട് ഈ രാജ്യത്തെ എത്തിച്ചത് അതിശക്തമായ ജാതിവെറിയിലേക്കാണ്. വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നൊരു സർക്കാർ, യുവാക്കളെ വെടിവെക്കാൻ ഉത്തരവിടുന്നൊരു സർക്കാർ, കർഷകരെ ഉപദ്രവിക്കുന്നൊരു സർക്കാർ ഇപ്പോൾ ദളിതരെയും ശുദ്ധികലശം നടത്തി ഒറ്റപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തെ മാറ്റിയെടുത്ത ഈ സർക്കാരിന് ഏകദേശം 80% ജനങ്ങളുടെ പിന്തുണ ആണ് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത്. നരേന്ദ്രമോദിയുടെ മാറ്റത്തിന് ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. മോദിക്ക് രാജ്യം തന്നെ ശുദ്ധികലശം നൽകുന്ന ദിവസം വിദൂരമല്ല.